നിങ്ങളൊരു ഗേൾ ആണെന്നുണ്ടെങ്കിലും ബോയ് ആണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള വണ്ണം കുറഞ്ഞ് മെലിഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷനിൽ നിന്നും ഈ ഒരു രീതിയിലേക്ക് കുറച്ച് ബൾക്കായിട്ട് എങ്ങനെ നിങ്ങളുടെ ബോഡി ട്രാൻസ്ഫോം ചെയ്തെടുക്കാം എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും എങ്ങനെ എൻ്റെ ബോഡി ഈ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കാം എന്നുള്ളത്. സോ ഇതുപോലെയുള്ള ഫ്രീ ഇൻഫോർമേറ്റീവ് ഫിറ്റ്നസ് കോണ്ടൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. വളരെ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും വണ്ണമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും വണ്ണം കൂട്ടാനാണെന്നുണ്ടെങ്കിലും കുറയ്ക്കാനാണെന്നുണ്ടെങ്കിലും പ്രൈമറിലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് കാലറീസ്. കാലറീസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഓരോ ദിവസവും അതിനാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ നടക്കാൻ വേണ്ടിയിട്ടും ഉറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ബോഡി കുറച്ച് കാലറീസ് ബേൺ ചെയ്യും. ഫ്യൂവൽ പോലെ. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ആ കാറിൽ പെട്രോൾ അടിക്കുമ്പോൾ കാർ ഓടുന്നു, പെട്രോൾ തീരുമ്പോൾ നമ്മൾ പിന്നെയും പെട്രോൾ അടിക്കുന്നു. സെയിം നമ്മൾ ഫുഡ് കഴിക്കുന്നു, ആ ഫുഡിൻ്റെ അകത്തുള്ള കാലറീസ് നമ്മൾ യൂസ് ചെയ്യുന്നു. കാലറീസ് തീരുമ്പോൾ നമുക്ക് വിശക്കും, നമ്മൾ പിന്നെയും ഫുഡ് കഴിക്കും, കാലറീസ് ബോഡിയിലേക്ക് എത്തും, അത് യൂസ് ചെയ്യും. സോ ഈ കാലറീസ് എക്സ്പെൻഡിച്ചർ ഫസ്റ്റ് മനസ്സിലാക്കുക, നിങ്ങൾക്ക് വണ്ണം കൂട്ടാനാണെന്നുണ്ടെങ്കിലും കുറയ്ക്കാനാണെന്നുണ്ടെങ്കിലും. സോ ഇവിടെ നമ്മൾ വണ്ണം കുറയ്ക്കാനാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് കാലറി ഡെഫിസിറ്റിനെ കുറിച്ച് സംസാരിക്കാം. അതായത് നിങ്ങൾക്കൊരു മെയിൻ്റനൻസ് കാലറി ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫ് നടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു 2500 കാലറീസ് വേണം എന്ന് വിചാരിക്കുക. അതാണ് നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറീസ്. ഈ മെയിൻ്റനൻസ് കാലറീസിനേക്കാളും കുറവ് ഒരു 500 കാലറി കുറച്ച് 2000 കാലറിയാണ് നിങ്ങൾ ഡെയിലി കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ണം കുറഞ്ഞു വരും. ഈ 2500 കാലറി, അതായത് 2500 മെയിൻ്റനൻസിനേക്കാളും ഒരു 500 കൂട്ടിയിട്ട് 3000 ആണ് നിങ്ങൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് കൂടി വരും. സോ ഇവിടെ നമുക്ക് വെയിറ്റ് ഗെയിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. സോ നമുക്ക് വണ്ണം കൂട്ടുന്നതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കാലറി സർപ്ലസിനെ കുറിച്ച് സംസാരിക്കാം. സോ നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറി 2500 ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 500 കാലറിയും കൂടി കൂട്ടിയിട്ട്, വളരെ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 500 കാലറി കൂട്ടിയിട്ടുള്ളൊരു ഡയറ്റ് സെറ്റ് ചെയ്യാം. നിങ്ങൾക്കൊരു ലീൻ ബൾക്കിംഗ് ആണ്, മസിൽ മാസ് മാത്രമായിട്ടാണ് ഇൻക്രീസ് ചെയ്തെടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 100-200 കാലറീസ് ആഡ് ചെയ്താൽ മതി. 100-200 കാലറീസ് ആഡ് ചെയ്തിട്ടുള്ള സർപ്ലസ് ആകുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടൈം എടുക്കും ബോഡി സെറ്റായി ബൾക്കായി വരാനായിട്ട്. പക്ഷേ ബോണ്ടായി വരുന്നത് നല്ല മസിൽ മാസ് ആയിരിക്കും. അതേസമയം 500 കാലറീസ് ആഡ് ചെയ്തിട്ടുള്ളൊരു ഡയറ്റാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോഡി കുറച്ച് പെട്ടെന്ന് സെറ്റാവും, പക്ഷേ മസിൽസും ഫാറ്റും എല്ലാം കൂടി ആയിരിക്കും ഗെയിൻ ആവുക. ഇനി നിങ്ങൾക്കൊരു ഡൗട്ടായിരിക്കും എങ്ങനെ കാലറീസ് കണ്ടുപിടിക്കാം എന്നുള്ളത്. സോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കാം. അതൊരു മെയിൻ്റനൻസ് കാലറി കാൽക്കുലേറ്ററാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾ പോവുക, നിങ്ങളുടെ ഏജ്, ഹൈറ്റ്, വെയിറ്റ്, നിങ്ങളുടെ ആക്ടിവിറ്റി ലെവൽ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെയിൻ്റനൻസ് കാലറി കിട്ടും. അത് ഞാൻ ഈ പറഞ്ഞ പോലെ 2000 ആണ് അല്ലെങ്കിൽ 2500 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലോട്ടോ താഴോട്ടോ വണ്ണം കൂട്ടാനാണ്, നമുക്കിപ്പോൾ വണ്ണം കൂട്ടാനാണ്. സോ നമ്മൾ അതിൻ്റെ അകത്തുനിന്നൊരു നിങ്ങൾക്കൊരു ലീൻ ബൾക്കിംഗ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 100 to 200 മാത്രം ഇൻക്രീസ് ചെയ്യുക. 2000 ആണ് നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ 2200 വയ്ക്കുക. അല്ല നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് വണ്ണം വെച്ചാൽ മതി എന്നുണ്ടെങ്കിൽ 2500 വയ്ക്കുക. 2000 ആണെന്നുണ്ടെങ്കിൽ 2500, 3000 ആണെന്നുണ്ടെങ്കിൽ 3500. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ കാലറി സർപ്ലസ് ആണ്. ഇനി ആ കാലറി സർപ്ലസ് വെച്ചിട്ട് നിങ്ങൾക്കൊരു ഡയറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യണം. അതായത് ഡെയിലി 3000 കാലറി വരുന്ന രീതിയിൽ രാവിലത്തെ, ഉച്ചത്തെ, രാത്രിയിലത്തെ എല്ലാ ഫുഡുകളും അറേഞ്ച് ചെയ്ത് അതിൻ്റെ അകത്ത് പ്രോപ്പർ പ്രോട്ടീനും കാർബും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ സെറ്റ് ചെയ്യണം. അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ന്യൂട്രീഷനിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ട്രെയിനറുടെയോ സഹായം കാര്യങ്ങളൊക്കെ തേടാവുന്നതാണ് പ്രോപ്പറായിട്ട് അത് സെറ്റപ്പ് ചെയ്യാനായിട്ട്. ദെൻ അതിൻ്റെ അകത്ത് വളരെ പ്രോപ്പർ ക്വാണ്ടിറ്റീസിൽ പ്രോട്ടീനും ഫാറ്റും കാർബോഹൈഡ്രേറ്റ്സും ഫൈബറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം നിങ്ങൾ വർക്കൗട്ടും കൂടി ജിമ്മിൽ പോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസിൽ മാസും ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. വെറുതെ വീട്ടിലിരുന്ന് ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വണ്ണം കൂടി വരും, പക്ഷേ മസിൽ മാസാണ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരേണ്ടത്, മസിൽസ് ആണ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ടത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജിമ്മിൽ പോയിട്ട് വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യാം. അല്ലാതെ വീട്ടിലിരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം കൂടും, പക്ഷേ മസിൽസ് ഉണ്ടാവില്ല, നോർമൽ വണ്ണമായിരിക്കും കൂടുക. അതേസമയം ജിമ്മിൽ പോയി പ്രോപ്പറായിട്ടൊരു ട്രെയിനിങ് ഷെഡ്യൂളും കൂടി ഫോളോ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ടുള്ളൊരു കാലറി സർപ്ലസ് ഡയറ്റും കൂടി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വണ്ണം കൂടും, അതിൻ്റെ ഒപ്പം മസിൽ മാസും ഇൻക്രീസ് ആവും. നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ വളരെ ലോ ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരെ ലീനായിട്ട് മെലിഞ്ഞിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും വണ്ണം കൂടിയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഇനി വേറൊരു കാറ്റഗറി ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് അവർക്ക് വളരെ സ്കിന്നി ഫാറ്റ് ആയിരിക്കും. സ്കിന്നി ഫാറ്റ് എന്ന് പറയുമ്പോൾ ബോഡി മെലിഞ്ഞതായിരിക്കും, പക്ഷേ വയറ് മാത്രം കൂടുതലായിരിക്കും, മസിൽസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് സ്കിന്നി ഫാറ്റാണ്. ഇതിനെ നിങ്ങൾ എങ്ങനെ ബൾക്ക് ചെയ്തെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ലീൻ ബൾക്കിംഗ് മെത്തേഡ് ഫോളോ ചെയ്യുക. 100-200 കാലറീസ് മാത്രം സർപ്ലസ് ആയിട്ട് ആഡ് ചെയ്യുക. അതിൻ്റെ ഒപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോട്ടീൻ ഇൻടേക്ക് ശ്രദ്ധിക്കുക, പ്രോപ്പറായിട്ടുള്ളൊരു ട്രെയിനിങ് ഷെഡ്യൂൾ ഫോളോ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ പറഞ്ഞ പോലെ ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ലീൻ ബൾക്കിങ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കും ബൾക്ക് ചെയ്യാൻ പറ്റും. സ്കിന്നി ഫാറ്റിൽ നിന്ന് മാറി
വണ്ണമുള്ളൊരു ശരീരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വണ്ണമല്ല, മസിൽ മാസ് ഉള്ളൊരു ശരീരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരാം. ഇതുപോലെയുള്ള ഫ്രീ ഫിറ്റ്നസ് ടിപ്സിന് വേണ്ടിയിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഹാപ്പി ലിഫ്റ്റിംഗ്.